friends, welcome to my channel Tips for You A to Z. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹെയർ കെയറിനെ കുറിച്ചിട്ട് നമ്മുടെ ഇടയിലുള്ള കുറെ തെറ്റായ ധാരണകൾ തിരുത്താനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത്, അത് സ്പാം ആയി പോകും. അതുകൊണ്ട് മിനിമം ഒരു 2 മിനിറ്റ്സ് കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം എന്റെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് അപ്പൊ തന്നെ അൺസബ്സ്ക്രൈബ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 2 മിനിറ്റ് കണ്ടതിന് ശേഷം വേണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. കൂട്ടത്തിൽ വരുന്ന ഒരു കുഞ്ഞു ബെൽ ബട്ടണും പ്രസ് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഇടയിലുള്ള കുറെ മുടിയെ കുറിച്ചുള്ള തെറ്റായ ധാരണകളുണ്ട്. അത് എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് പണ്ട് തൊട്ടേ കേട്ടുവരുന്ന ഒന്നാണ് തലയിൽ ഉണ്ടാകുന്ന മുടി നരച്ചത് പറിച്ചു കളഞ്ഞിട്ടുണ്ടേ ഒരുപാട് നരച്ച മുടി ഉണ്ടാകുന്നുള്ളത്. അത് വെറും ഒരു തെറ്റായ ധാരണയാണ്. മുടി നരയ്ക്കുന്നത് ഒരു പ്രകൃതിയ നടക്കുന്ന ഒരു കാര്യമാണ്. ആ മുടി പറിച്ചു കളയുമ്പോഴല്ല മുടി ഒരുപാട് ഉണ്ടാകുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മുടി പറിച്ചത് കൊണ്ട് കൂടുതൽ നരച്ച മുടി ഉണ്ടാവില്ല. രണ്ടാമത്തത് എന്ന് പറയുന്നത് ബിയർ ഉപയോഗിച്ച്, ബിയർ ഷാമ്പു ഇപ്പോ ഒരുപാട് വിപണിയിൽ കിട്ടുന്നുണ്ട്. ബിയർ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടി ഒരുപാട് സോഫ്റ്റ് ആകുമെന്നുള്ള ഒരു ധാരണയുണ്ട്. അതും ഒരു തെറ്റായ ധാരണയാണ്. നമുക്ക് ബിയർ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുമ്പോൾ ചിലര് ബിയർ വെച്ചിട്ട് മുടി കഴുകാറുണ്ട്. ബിയർ ഷാമ്പൂവില് ഒരുപാട് ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. ആൽക്കഹോളിക് കണ്ടന്റ് നമ്മുടെ മുടിയുടെ എന്താ പറയാ ഡ്രൈ ആക്കാനേ കാരണമാകുള്ളൂ, ഒരിക്കലും സോഫ്റ്റ് ആകില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കുകയെന്നിട്ടുണ്ട് മുടി വളർച്ച ഒരുപാട് കൂടും എന്നുള്ളത്. അതും തെറ്റായ ഒരു ധാരണയാണ്. മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മുടി വളർച്ച ഒരിക്കലും കൂടില്ല. മുടിയുടെ തലയോട്ടിയിലാണ് നമുക്ക് എപ്പോൾ നോക്കിയാലും സംരക്ഷണം കൂടുതൽ കൊടുക്കേണ്ടത്. മുടിയുടെ തലയോട്ടിയിലാണ് സംരക്ഷണം കൂടുതൽ കൊടുക്കുമ്പോൾ മുടി വളർച്ച കൂട്ടുന്നത്. പിന്നെ വരുന്ന ഒരു തെറ്റായ ധാരണയാണ് ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പു ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അതും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഷാമ്പു ഉപയോഗിച്ചിട്ട് സെയിം കമ്പനി കണ്ടീഷണർ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഷാമ്പു ഉപയോഗിച്ചതിന്റെ അത്രയും സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് കണ്ടീഷണർ സെയിം കമ്പനിയുടെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളത്. ഷാമ്പു വേറെ കമ്പനീൻ്റെത്, കണ്ടീഷണർ വേറെ കമ്പനീൻ്റെത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഡെയിലി ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഡാമേജ് എന്തായാലും ഹെയറിന് എഫക്ട് ഉണ്ടാകും. രണ്ടും സെയിം കമ്പനിയുടേതാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിടയിട്ടുള്ള ദിവസങ്ങളിൽ ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മുടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും എനിക്ക് കമന്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ആ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.